എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 8ാം ക്ലാസ് കേരള പാഠാവലി പരീക്ഷയുടെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. കൂടാതെ ഇന്നത്തെ പരീക്ഷയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി എഴുതാനാണ്. ഉത്തരം എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഒരു വാക്ക് തന്നിട്ടുണ്ട്, ആ വാക്യത്തിൻ്റെ ആശയവുമായി യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്താനാണ്. ഉത്തരം പ്രതിസന്ധികൾ നമ്മൾ വിജയകരമായി മറികടക്കുമെന്നാണ് ഈ പ്രസ്താവനയുടെ ആശയം. അടുത്തത് ഒറ്റപ്പെട്ട പദച്ചേരുവ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നീല പ്ലസ് കാർ ഈക്വൽ ടു നീലക്കാർ. നാലാമത്തെ ചോദ്യം, മഴ എന്ന അർത്ഥം വരാത്ത പദം ഏത് എന്നാണ്. ഉത്തരം മാരി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായി വിഗ്രഹിച്ചത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സാന്ദ്രമായ സൗഹൃദം. അടുത്തതായി 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇവിടെ ഈ വരികളിൽ തെളിയുന്ന അന്നത്തെ സാമൂഹികാവസ്ഥ കുറിക്കാനാണ് പറയുന്നത്. കൊടിയ ദാരിദ്ര്യം കൂടാതെ ക്ഷാമവും ദുരിതവും പ്രയാസപ്പെടുത്തിയ കാലം. അടുത്തത് ഉണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതാനാണ്. വിനയവും ബഹുമാനവും കാത്തു സൂക്ഷിച്ചു. അമ്മയുടെ സ്വപ്നം പൂവണിയാൻ കഠിനാധ്വാനം ചെയ്തു പഠിച്ചു. അടുത്തത് ഇവിടെ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ഒരു വരികൾ തന്നിട്ടുണ്ട്. ഈ വാക്യങ്ങൾ പരിശോധിച്ച് പി കുഞ്ഞിരാമൻ നായരുടെ രചനാരീതിയിലെ പ്രത്യേകതകൾ എഴുതാനാണ്. ഉത്തരം നോക്കാം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കവി. കൂടാതെ പ്രകൃതി ഭാവങ്ങളാണ് പി കുഞ്ഞിരാമൻ നായരെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഉൾത്തട്ടിൽ കാവഡ്യം വെന്തെരിഞ്ഞു എന്ന പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന ആശയഭംഗി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരത്തിലെ കുറച്ച് പോയിന്റുകൾ പറയാം. വിശപ്പില്ലാഞ്ഞിട്ടും ഭക്ഷണത്തിന് വാശി പിടിച്ചതിനെ സൂചിപ്പിക്കുന്നു. ഉൾത്തട്ട് കുട്ടിയുടെ മനസ്സിനെയും വെന്തെരിയൽ കുട്ടിയുടെ പശ്ചാത്താപത്തെയും കുറിക്കുന്നു. പട്ടിണി പാപങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന കാഴ്ച കണ്ടപ്പോൾ കുട്ടി അനുഭവിക്കുന്ന കുറ്റബോധം, കൂടാതെ മനസ്സിൻ്റെ വിങ്ങൽ. അടുത്ത ചോദ്യം, കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വരികളിലൂടെ പി കുഞ്ഞിരാമൻ നായർ അവതരിപ്പിക്കുന്നത് എന്ത്? സൂചനയും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരത്തിലെ കുറച്ച് പോയിന്റുകൾ പറയാം. കവിതയ്ക്ക് ആവശ്യമായ വിഷയസൂചന ലഭിക്കുന്നു. ഇതിവൃത്തത്തെക്കുറിച്ചുള്ള അന്വേഷണം, മനസ്സിനെ അലട്ടിയ ചിന്തകൾ. അടുത്തതായി അമ്മമ്മയുടെ ഭാവജീവിതത്തെക്കുറിച്ചുള്ള കഥാകാരൻ്റെ ആശങ്കകൾ എന്തെല്ലാം? വാക്യങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതാനാണ് ചോദ്യം. അമ്മയെക്കുറിച്ചുള്ള കഥാനായകൻ്റെ ചിന്തകൾ, കൂടാതെ ഒറ്റപ്പെടലിൻ്റെ ശൂന്യതയിലേക്ക് വഴുതി വീഴാൻ വിധിക്കപ്പെടുന്ന വാർദ്ധക്യം, പരിഗണനയും പരിചരണവും ലഭിക്കാത്ത അവസ്ഥ. അടുത്ത ചോദ്യം എൻ്റെ ഗുരുനാഥൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. സൂചനകളും കാവ്യഭാഗവും പരിഗണിച്ച് ഗാന്ധിജിയുടെ സവിശേഷതകൾ എഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ആകാശം പോലെ വിശാലമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്കുള്ളത്. കൂടാതെ രത്നത്തിന് സമാനമായ നക്ഷത്രങ്ങളും ചളിക്ക് സമാനമായ കറുത്ത മേഘങ്ങളും ആകാശത്തുണ്ട്. രണ്ടിനെയും ആകാശം ഒരുപോലെ സ്വീകരിക്കുന്നു. ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗാന്ധിജിയുടെ സവിശേഷതയാണ് ഈ വരികളിലൂടെ തെളിയുന്നത്. അടുത്തതായി കാർമുകിലിന് ഗദ്യത്തിലൊരു അർച്ചനാഗീതം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വരികളിലെ ആവിഷ്കാര ഭംഗി വ്യക്തമാക്കാനാണ് ചോദ്യം. പ്രവാസ സന്നദ്ധമായ മേഘത്തെ മനസ്സിനോടും കവിതയോടും ലേഖകൻ സാദൃശ്യപ്പെടുത്തുന്നു. പറയാൻ വെമ്പുന്ന മനസ്സ്, പറഞ്ഞു തീർന്നാലേ ആശ്വാസമാകൂ എന്നുള്ള കാര്യം, കൂടാതെ വാക്കുകളിലൂടെ പുറത്തേക്കൊഴുക്കാൻ വെമ്പുന്ന മനസ്സിലെ ചിന്തകൾ. മാനവികതയുടെ തീർത്ഥം എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? സൂചനകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. പരസ്പരം ഒന്നിച്ചു കഴിയേണ്ടവരാണ് മനുഷ്യർ. ജാതിമത ചിന്തകൾക്കപ്പുറത്തുള്ള സാഹോദര്യം, സ്നേഹം എന്നിവ എപ്പോഴും നിലനിർത്തണം. പരസ്പരം താങ്ങും തണലുമായി ഒരുമിച്ച് ജീവിക്കണം. ആപത്തുകളിലും ദുരന്തങ്ങളിലും പരസ്പരം സഹായിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് വേണം നമുക്ക് മുന്നേറാൻ. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. കീർത്തിമുദ്ര എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ആശാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയുടെ പ്രത്യേകതകൾ വിശദമാക്കാനാണ് ചോദ്യം. കലയെ അളവെച്ച് സ്നേഹിച്ച വലിയ മനുഷ്യനായിരുന്നു ആശാൻ. കലാരംഗത്തു നിന്നും പിന്മാറുന്നതിനുള്ള വേദന,
കലയെ തൊഴിലായി മാത്രമല്ല കാണുന്നത്. പ്രശംസയിൽ താല്പര്യമില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് ആശാൻ. കൂടാതെ അഭിനയം കൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരനായി മാറുന്നു. അരങ്ങ് തകർക്കുന്ന അഭിനയ മികവിൻ്റെ ഉടമ. അടുത്ത ചോദ്യം. എൻ്റെ ഗുരുനാഥൻ എന്ന പാഠഭാഗത്തിലെ ചില വരികളും ഗാന്ധിജിയുടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സൂചനകളും കാവ്യഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങളും മുൻനിർത്തി മഹാത്മജി നൽകുന്ന സന്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ നല്ലൊരു തുടക്കം തന്നെ അത്യാവശ്യമാണ്. കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന വിഷയം, അതായത് മഹാത്മജി നൽകുന്ന സന്ദേശങ്ങൾ എന്ന കാര്യത്തിൻ്റെ പ്രസക്തി, കൂടാതെ നമുക്കുണ്ടാകുന്ന ആ ഒരു ചിന്ത എന്നിവ കൂടി ചേർത്താണ് ലഘു പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. മഹാത്മജിയുടെ സന്ദേശങ്ങൾ: ആയുധമില്ലാതെ ധർമ്മസമരം നടത്തിയ മഹാനുഭാവനാണ് ഗാന്ധിജി. കൂടാതെ അഹിംസയെ പടച്ചട്ടയാക്കി തൻ്റെ ജീവിതത്തിലൂടെ ലളിതമായ ആശയങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. പുസ്തകങ്ങൾക്കപ്പുറത്ത് ജീവിതമെന്ന പാഠം പഠിപ്പിച്ചു തന്നു. എളിമയും ത്യാഗവും ഏറ്റവും മൂല്യമുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ചു. അടുത്തത്. ഇവിടെ മഴ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശീർഷകം, അതോടൊപ്പം തന്നെ എഴുതിയ കവിയെക്കുറിച്ച്, കവിതയുടെ ആശയം, കാവ്യഭംഗി എന്നിവ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.